കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തത്തിൽ പ്രാഥമിക പരിശോധന ആരംഭിച്ചു. അഗ്നിശമന സേന, KCB എന്നീ വിഭാഗങ്ങളാണ് ആദ്യഘട്ട പരിശോധനയിൽ പങ്കെടുക്കുന്നത്. രണ്ടാം നിലയിലുണ്ടായിരുന്ന വസ്ത്രശേഖരത്തിൽ നിന്നാണ് തീപിടിച്ചതെന്ന് ഉടമ ഗോവിന്ദ കമ്മത്ത് പറഞ്ഞു. 5 മണിക്കൂറോളം ജയലക്ഷ്മി സിൽക്സിന്റെ വലിയ കെട്ടിടത്തെ വിഴുങ്ങിയ തീനാളങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേന നന്നേ പാടുപെട്ടു. തീയണച്ചതിനു ശേഷം ഉള്ളിലേക്ക് കയറിയ സേനാംഗങ്ങൾ പുക വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആശങ്ക ഒഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തി. ജില്ലാ ഫയർ ഓഫീസർ സ്ഥലത്തെത്തി നടപടികൾക്ക് നേതൃത്വം നൽകി. പിന്നാലെ KCBയുടെ പരിശോധന. വയറിംഗ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് വിശദമായ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാകൂ. കഴിഞ്ഞ തവണ തീപിടുത്തമുണ്ടായപ്പോൾ അധികൃതർ നിർദ്ദേശിച്ച മുൻകരുതലുകളും സജ്ജീകരണങ്ങളും ഷോറൂമിൽ ഏർപ്പെടുത്തിയിരുന്നതായി ജയലക്ഷ്മി സിൽക്സ് ഉടമ ഗോവിന്ദ കമ്മത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നോക്കണം, അതൊന്ന് പഠിക്കാനുണ്ട്, അന്വേഷണം പഠിക്കാനുണ്ട്, എങ്ങനെ പറ്റിയെന്ന് നോക്കാനുണ്ട്. നമുക്ക് അങ്ങനെ വേറെ ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും വേറെ ഒന്നും ഉദ്ദേശിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നാണ് എൻ്റെ കൂടുതൽ ബലമായ സംശയം. പക്ഷേ അത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് മിഷണറിയാണെന്ന് തീരുമാനിക്കണം. ഫയർ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അവരൊക്കെ തീരുമാനിക്കേണ്ടത്, അവരന്വേഷിക്കണം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമികമായ വിവരമെന്നും സ്ഥാപനോടമയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന അധ്യക്ഷൻ VKC മുഹമ്മദ് കോയ പറഞ്ഞു. തൊഴിലാളികൾക്ക് പകരം സംവിധാനം ഒരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം 2-3 സീസൺ ഒരു കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാൾ, വിഷു ഇതുപോലത്തെ സീസണാണല്ലോ. ആ എല്ലാ സീസണും നഷ്ടപ്പെടുകയാണ്. പിന്നെ അതേപോലെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം 200ഓളം തൊഴിലാളികളുണ്ട്. ഈ 200ഓളം തൊഴിലാളികളുടെ അവരെയും അവർക്കും ഈ ആഘോഷത്തിൻ്റെ ആൾക്കാരാണല്ലോ. ഇത് അവർക്കും ഒരു വലിയ പ്രതിസന്ധിയാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അതും ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് പരിഹാരം കാണണമെന്നുള്ളത്, എങ്ങനെ പരിഹാരം കാണുമെന്നുള്ളത് നമ്മൾ കൂട്ടായിട്ട് എല്ലാവരും ആലോചിക്കുക. 2 ജീവനക്കാരികൾക്ക് പുക കാരണം ദേഹാസ്വാസ്ഥ്യം നേരിട്ടുവെന്നാണ് പ്രാഥമികമായ വിവരം. കൈരളി ന്യൂസ്, കോഴിക്കോട്.